അപ്പോൾ രവിയേട്ടനുമായിട്ട് രാവിലെ നമ്മൾ സംസാരിക്കാൻ പോവാണ്. അപ്പോൾ രവിയേട്ടാ, തിരഞ്ഞെടുപ്പിൻ്റെ ഒരു യാത്രക്കിടയിലാണ് നമ്മുടെ ഈ സംസാരം. എങ്ങനെയുണ്ട് രവിയേട്ടൻ്റെ വർക്കിംഗ് ക്ലാസ് പോരാട്ടം? അല്ല, അത് ആ പോരാട്ടത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രത്തിൻ്റെ യാത്രക്കാരല്ലേ ഞങ്ങളൊക്കെ. അപ്പോൾ ഞാനതിൻ്റെ ഒരു യാത്രക്കാരനാണ്. അതുകൊണ്ട് ഇതൊക്കെ വരുന്ന പ്രതിസന്ധികളും എല്ലാം നേരിടാനുള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ട്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം കാലാവസ്ഥ പ്രതികൂലമാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും ഈ കൊടും വെയിലിന് എങ്ങനെ പോകുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത്, മനക്കരുത്ത് നമുക്കുണ്ട്. കാരണം പൊതുപ്രവർത്തനത്തിന് വരുമ്പം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ, തൊഴിലാളി വർഗ വിഭാഗത്തിലുള്ള ആളുകൾ, അവർക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴിയെക്കുറിച്ചാണ് ചിന്ത. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങൾ പരിഗണന ബാധിക്കില്ല. ഇത് പ്രകൃതിൻ്റെ പ്രാതികൂല്യം ഒന്നും അത് ബാധിക്കില്ല. ഇതിലും ചൂടിൻ്റെ പാരമ്യത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയിട്ട് കുറേ സമരങ്ങൾ ഒക്കെ നടത്തിയ ഒരു വലിയ കാലത്തിൻ്റെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പും താങ്കളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. കാരണം അന്നത്തെ കാലത്ത് ഈ തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന സമരമായിരുന്നല്ലോ പ്രധാനം. ആ സമരത്തിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന നടപ്പ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആ നടപ്പിന് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു അളവുള്ളതല്ല ദൂരം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ 44 കിലോമീറ്റർ ദൂരം നടന്നപ്പം എല്ലാവരും ഏതാണ്ട് കുഴഞ്ഞു നിൽക്കുക. അപ്പം ഞാനൊരു തീരുമാനം എടുത്ത്, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ജാഥ ലീഡറാണ് ഞാൻ എവിടെയെങ്കിലും കുഴഞ്ഞു പോയാൽ അത് നമ്മളെ ജാഥേൻ്റെ ഒരു മനസ്സിൻ്റെ ശക്തിക്ക് ബാധിക്കും. അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ എവിടെയും ഇരിക്കാനും അതുപോലെ വിശ്രമിക്കാനും ഒന്നുമില്ലാതെ അവരെ കൂടത്തിൽ നടന്നു. അതിന് കാരണം മനസ്സാണ്. മനസ്സിൻ്റെ ശക്തിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ശക്തി. ആരോഗ്യത്തെക്കാളും പ്രധാനം മനസ്സാണ്. ഈ പുതിയ കാലത്തെ സമരങ്ങളുടെ രീതി കണ്ട ചിരി വരും. അതായത് കണ്ണൂർ മുതൽ തിരുവനന്തപുരത്ത് വരെ ഒറ്റ നടപ്പാണ് ഒരു കാലത്തിൻ്റെ സമരത്തിൻ്റെ ചരിത്രം. അതാണ് ശ്രീപന്യൻ രവിയേട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇക്കാലത്ത് കിലോമീറ്ററുകൾ അളന്നു കുറിച്ചിട്ട് പദയാത്ര നടത്തുക, കുറേ ദൂരം നടക്കുക, പിന്നെ വണ്ടിയിൽ കയറി മുന്നോട്ട് പോവുക. ഈ കാലത്തെ ചില പ്രതിപക്ഷ സമരങ്ങൾ പെട്ടെന്ന് ഓർത്തുപോയി രവിയേട്ടൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാൽനട ജാഥ വാഹനത്തിലൂടെ എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഞാനൊരു അനൗൺസ്മെൻറ്റും കേട്ടിരുന്നു. കാൽനട ജാഥ വാഹനത്തിലൂടെ. ഇതിന് പിന്നാലെ വരുന്ന വാഹനത്തിലൂടെ കാൽനട ജാഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടാ? നെടുമ്പൊയിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനത്തിലാണ്. അപ്പോൾ അനൗൺസ്മെൻ്റ് വാഹനമുണ്ട്. അനൗൺസ്മെൻ്റ് വാഹനത്തിൽ പറയാം, ഇതിന് പിന്നാലെ കാൽനട ജാഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ജാഥ ഇതിന് പിന്നാലുള്ള വാഹനത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ആ പറയുന്നത് കേൾക്കുമ്പം നമ്മൾ വല്ലാതെ ചിരിച്ചു. പക്ഷെ അവർക്കൊരു തരത്തിലുള്ള ഒരു മനസാക്ഷി വിഷമവുമില്ല. സാധാരണഗതിയിൽ നമ്മൾ ജനങ്ങളോട് ഇത് പറയുന്നത്. പക്ഷേ ഈ അനൗൺസ് ചെയ്യുന്ന ആളിനെ പഴി പറയരുത്, അയാളുടെ പ്രശ്നമല്ല. അയാളോട് പറഞ്ഞിരിക്കുന്നത് കാൽനട ജാഥ എന്നാണ്. കാൽനട ജാഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 3 ദിവസം കൊണ്ട് അവൻ്റെ തിരുവനന്തപുരത്തേക്ക് ഒരു കാൽനട ജാഥ എത്തി. അതെന്താ, അത് കേരള യാത്ര. പിന്നെ യാത്രകൾ പലതായില്ലേ ഇപ്പോൾ. അല്ല, ഈ BJPയുടെ തന്നെ കെ സുരേന്ദ്രൻ നയിച്ച ഒരു കേരള യാത്രയുണ്ടായിരുന്നു. അത് അതിവേഗം, അതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സറ്റയർ പരിപാടികളൊക്കെ നമ്മൾ ചിരിച്ചു മരിക്കും. ഇത്ര വേഗത്തിൽ ഒരു യാത്രയും കാസർഗോഡ് നിന്ന് സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല എന്ന കാലത്ത് വലിയ വർത്തമാനവും ചർച്ചയുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നിങ്ങൾ കേട്ടില്ലേ, സമരാഗ്നി. അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ അഗ്നിയായിരുന്നു. അതെ, കുറച്ചുകൂടി പേരിൻ്റെ ഒരു കരുത്ത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അത് ജനങ്ങളെ മുമ്പിലെത്തുമ്പോൾ പരിഹാസ്യമായി പോകും. നമ്മൾ ഈ സമരത്തിൻ്റെ തൊഴിലാളി വർഗ മുന്നേറ്റം, വർക്കിംഗ് ക്ലാസ് എന്ന ടൈമിലൂടെ നമ്മൾ ഉദ്ദേശിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് വർക്കിംഗ് ക്ലാസ് എന്ന്, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തെ പോരാട്ടത്തിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രനോട് സംസാരിക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ്റെ വർക്കിംഗ് ക്ലാസ് പോരാട്ടം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ. മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ ഉപയോഗിക്കുന്ന അവരുടെ സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയും അളവ് താങ്കൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ടേമിലാണ് ഞാൻ അത് ചോദിച്ചത്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ വർക്കിംഗ് ക്ലാസ് പോരാട്ടം തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയുണ്ടെന്ന്. അല്ല, അത് എനിക്ക് ആ കാര്യത്തിൽ ഇതൊക്കെ ഒരു കർമ്മമാണ്. നമ്മൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അത്രമാത്രം സജീവമായ ജാഗ്രത പുലർത്തുമ്പോൾ ഈ കാലത്താണ് നമ്മൾ ഈ നിയോഗമേൽപ്പിക്കുന്നത്. നിയോഗമേൽപ്പിക്കുമ്പോൾ എനിക്ക് ആ നിയോഗം ഏറ്റെടുക്കാതെ പറ്റില്ല. ഞാൻ ഈ രംഗത്ത് ഇനിയില്ല എന്ന് പറഞ്ഞ് മാറിയെന്നായിരുന്നു. പക്ഷേ ഇത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം, ജനകീയ പ്രശ്നങ്ങൾ അതുപോലെ പരിഹരിക്കുന്നതിന് വേണ്ടി പറ്റിയ ഒരവസരം നമുക്ക് കിട്ടുമ്പോൾ
അവസരത്തിന് ഞാൻ തന്നെ മുന്നിൽ നിൽക്കണമെന്ന് പാർട്ടി പറയുമ്പം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ 60 വർഷമായി ഈ പാർട്ടിയിൽ അംഗത്തുള്ള ഒരാളാണ്. അപ്പം എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ കൂട്ടുകാരാരാ, ഒന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷക്കാർ തമ്മിലുള്ള ഒരു ബന്ധമാണ്. നേരെ ഒന്നുകിൽ പാർട്ടി ഓഫീസിലേക്ക് അല്ലെങ്കിൽ ജോയിന്റ് കൗൺസിലിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരും. വെളുപ്പിന് ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് നടന്നു പോയി രാജാജി നഗറിൽ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും. ഓ സാർ, ഇത് ഇപ്പോൾ ഒരു വണ്ടി നമുക്ക് നോക്കാം, ഒരു വണ്ടി കൊണ്ടുവന്ന് അവരെ സഹായിക്കും. ഇത് പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും ഒരു ഭാഗം അത്. അപ്പോൾ ആ ഭാഗം എന്നും ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് എതിർ സ്ഥാനാർത്ഥികളുടെയും എതിർ ക്യാമ്പിൻ്റെയും ഈ കൂട്ടിക്കിഴിക്കലിൽ പെടുന്നതല്ല, അതിൽ പെടുന്ന ഒരു ബന്ധമല്ല എന്നാണ് മനസ്സിലാവുന്നത് പറയുമ്പോൾ. അതെ, തീർച്ചയായിട്ടും ഇത് സാധാരണ മനുഷ്യൻ്റെ ഒരു വികാരമാണ്. നമ്മളൊക്കെ അങ്ങനെയല്ലേ വരുന്നത്. സാധാരണ പച്ച മനുഷ്യരെന്ന് പറയുന്നില്ലേ, അവർക്ക് എന്താ ഉള്ളത്? ഈ ഓട്ടോറിക്ഷക്കാർ ചിലപ്പോൾ എന്നോട് പറയും പൈസ വേണ്ട സാർ. ഞാൻ പറയാം അത് വേറെ കേസ്. കൃത്യമായി പൈസ വാങ്ങണം, ആരായാലും വാങ്ങണം. നിങ്ങൾ ഈ ഓടിച്ച് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിച്ച് ഓട്ടോറിക്ഷക്കാരാണെങ്കിലും നെഞ്ച് തകർന്നാണ് അവർ ഓടിക്കുന്നത്. മിക്കവാറും പലർക്കും TB വളരെ പെട്ടെന്ന് വരാവുന്ന ഈ രോഗം. പിന്നെ ഈ കൊടും ചൂടിൽ ഓട്ടോറിക്ഷക്ക് മേലെ റൂഫുണ്ടെങ്കിലും അതിചൂടാ. എന്നിട്ടും പോയിട്ട് അവർക്ക് മിനിമം ചാർജ് 30 രൂപയാണ് കിട്ടുന്നത്. ആ 30 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഇന്നത്തെ ഡീസൽ വിലയും പെട്രോൾ വിലയും മാരകമാണ് താനും. അപ്പം അതിനെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളുകൾ അവരാ. അപ്പം അത്തരം തൊഴിലാളികളെയാണ് നമ്മുടെ വോട്ടർമാരുടെ കൂട്ടത്തിൽ ഒരു വലിയ വിഭാഗം. ഈ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ 2 സ്ഥാനാർത്ഥി, ഇപ്പോൾ ശശി തരൂർ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അവരുടെ ഒരു പ്രചാരണത്തിൻ്റെ പണക്കൊഴുപ്പിനെ കുറിച്ച് ഇപ്പോൾ ഇതിനോടകം തന്നെ ഇടതുമുന്നണി വലിയ കാര്യമായി താങ്കൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പന്ന്യൻ രവീന്ദ്രൻ പരമാവധി നേരിട്ട ആളുകളെ കാണുക, അവരോട് നേരിട്ട് രാഷ്ട്രീയം പറയുക എന്ന് പറയുന്ന ഒരു പ്രചാരണ കൊഴുപ്പിനും ആ പണത്തിൻ്റെ ഒരു വലിയ ഒരു വരവിനും ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണോ സ്വീകരിക്കുന്നത് പ്രചരണ രംഗത്ത്? അല്ല, പ്രചരണ രംഗത്തും ഞങ്ങൾ സാധാരണഗതിയിലുള്ളതേ ഉള്ളൂ. വലിയ ആർഭാടം കാണിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ആർഭാടം കാണിക്കാനുള്ള കാശില്ല. നമ്മൾ ബോണ്ട് വാങ്ങാറില്ലല്ലോ. ബോണ്ട് വാങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിൽ കാശുണ്ടാക്കുന്ന വിഭാഗം അപ്പുറത്തിരിക്കുന്നത്. നമുക്ക് ബോണ്ട് ഇല്ലല്ലോ. അത് ശരിയാണ്. 2 സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പിലേക്ക് ബോണ്ടിന്റെ പണം വന്നിട്ടുണ്ടാകും. അല്ല, BJP 6000 കോടിയാണ് വാങ്ങിയത്, മറ്റേ 1600 കോടിയോളം വരും. അപ്പോൾ ആ പണം ആ 2 കൂട്ടരുടെ ആ വഴിയുള്ള പണം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയെന്നൊന്നും എനിക്കറിയില്ല. സാധാരണഗതിയിൽ എത്തേണ്ടതാണല്ലോ, വ്യാപിക്കേണ്ടതാണല്ലോ. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലും മറ്റൊരു രീതിയിലുള്ള ഒരു ഏർപ്പാടുമില്ലാതെ സ്വമേധിയ കൊണ്ടുപോയി ജനാധിപത്യത്തിലെ അവരുടെ അവകാശം രേഖപ്പെടുത്തല്ലേ. ആ അവകാശം രേഖപ്പെടുത്തുന്ന ആളുകളെ വിലക്ക് വാങ്ങുക എന്ന് പറയുന്നൊരു ഏർപ്പാട്, അതാണല്ലോ ഈ ബോണ്ട് നടന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണത്. ഇതുപോലുള്ള അഴിമതി അടുത്തല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ അഴിമതിയുടെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്ന കക്ഷി ഏതാ? BJP. നിങ്ങൾ നോക്കണം, ഇങ്ങനെ ഒരു അഴിമതി ആലോചിക്കാൻ കഴിയും. അതും എന്നിട്ട് ബാങ്കുകാർ തപ്പിയത്തടിയുന്ന പോലെ ബാങ്കുകാരെ സംസാരിക്കുന്നു. ആര് വാങ്ങിയെന്നറിയില്ല, ബോണ്ട് വാങ്ങി ബാങ്കിൽ നിന്ന് എത്രയും കാശ് കൊണ്ടുപോയിട്ട് കാശ് വാങ്ങുന്ന ആൾ. ശരിക്കും SBI സുപ്രീം കോടതിയിൽ മൂക്കൊണ്ട് ഇക്ഷ വരച്ചു. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ വലിയ പരിശ്രമം അവരെ ശ്രമിക്കുന്നു. ഞാൻ ആലോചിക്കുക, SBIക്ക് എതിരായിട്ട് ഞാൻ കേസ് കൊടുത്ത ഇവിടെ. ഞാൻ നേരത്തെ ബാങ്ക് ലയനം വന്നില്ലേ, നമ്മുടെ SBT എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ബാങ്കാണ് കേരളത്തിലെ. ആ ബാങ്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ബാങ്കായിരുന്നു. മാത്രമല്ല ഒരുപാട് കാശ് കിട്ടാക്കടമില്ലാത്തൊരു ബാങ്കുമായിരുന്നു. ആ ബാങ്ക് SBIൻ്റെ കൂടെ പോകുമ്പോൾ അന്ന് സമരം നടത്തുമ്പോൾ സമരസമിതി ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ അന്ന് കേസ് കൊടുത്ത ഹൈക്കോടതി കേസ് കൊടുത്തിട്ട് അവസാനം കോടതിയിൽ നിരീക്ഷിച്ച് ഇതിൽ സർക്കാരിൻ്റെ നയമാണ്, ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് നിരീക്ഷിച്ചതാണ്. ആ ബാങ്ക് നമ്മുടെ നാട്ടിലെ ബാങ്കും നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. ആ ബാങ്ക് SBI എന്ന് പറയുന്ന ബാങ്ക് പറയാമെന്ന് ആര് കൊണ്ടുപോയെന്ന് അറിയില്ല. എന്താ അറിയാതിരിക്കാൻ കാരണം? ഈ മണ്ഡലത്തിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് നമുക്ക് ചുരുക്കത്തിൽ വന്നാൽ, നിലവിലെ MP എന്ന് പറയുമ്പോൾ അദ്ദേഹം 2-3 ടൈമായിട്ട് MP ആണ്. ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്നു ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയരാത്തതൊരു പ്രധാന ഘടകമാണോ? വോട്ടർമാരെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? താങ്കൾ നേരത്തെ MP ആയിരുന്നയാളാണ്. അത് പറയുമ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ കാലത്ത് ചെയ്തതൊക്കെ ചർച്ചയാവുന്നുണ്ട്.
എന്നാൽ മറുവാദമായി ഇപ്പം അന്ന് എ കെ ആന്റണിയല്ലേ പ്രതിരോധ മന്ത്രിയായി ഉണ്ടായിരുന്നത്, മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നില്ലേ, അതിൻ്റെ ആനുകൂല്യം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മറുവാദങ്ങളുണ്ട്. ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങൾ, എം പി എന്ന പ്രവർത്തനം വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാണോ? അത് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ യാത്രയിൽ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഒരിക്കലും മെനക്കെടാറില്ല. കാരണം ഇതിൽ വിഷയാധിഷ്ഠിതം മതി, വ്യക്തിപരമല്ല. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്പർശിക്കാറേ ഇല്ല. നിങ്ങളൊന്ന് പറയേണ്ടത് 2009 ഞാൻ എം പി സ്ഥാനത്ത് മാറുന്നത്. അതിനുശേഷം പിന്നെ ഒരു ടേം കൂടി മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു. 14 വരെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനു മുമ്പ് UDF ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. 2007 ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വലിയ സമരം നടത്തി ഞങ്ങൾ, ഇടതുപക്ഷ പാർട്ടികൾ. എന്താ സമരം എന്നറിയോ? സേലം ഡിവിഷൻ. ആ സമരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് 2 ഓഫർ തന്നു. ഒന്ന് പാലക്കാട് കോച്ച് ഫാക്ടറി, അതെ കഞ്ചിക്കോട്. മറ്റൊന്ന് ചേർത്തലയിലെ വാഗൻ ഫാക്ടറി. ഇവിടെ പോയി പിന്നെയും കോൺഗ്രസ് ഭരിച്ചാൽ 5 വർഷം ഈ എം പിമാർ മിണ്ടിയോ? നമ്മുടെ കേരളത്തിൽ പോയ എം പിമാർ അതിനെക്കുറിച്ച് പറഞ്ഞോ? എന്താ പറയാത്തത്? കേരളത്തോട് ചെയ്ത വാഗ്ദാനം നടപ്പിലാക്കാത്ത ഒരു പാർട്ടിയാണ് അവർ UDF. അവർ ഭരണം കയ്യിലുള്ളപ്പം, ഭരണമില്ലാത്ത കാലം ഇരിക്കട്ടെ, ഭരണം കയ്യിലുള്ളപ്പോഴും നടത്താത്ത ആളുകളാണ്. അതുകൊണ്ട് ആ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആനുകൂല്യമാണ് എനിക്ക് എന്ന് പറയുന്നത് അത് തികച്ചും തെറ്റാ. ആ ആനുകൂല്യം നമുക്കല്ല കിട്ടേണ്ടത്, അവർക്കാ കിട്ടേണ്ടത്. പിന്നെ എ കെ ആന്റണി മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ആ മന്ത്രി ആന്റണിയും ഞാനുമായിട്ട് വളരെ പരിചയമായിരുന്നു. പക്ഷേ ആന്റണീൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും ഞാൻ പോയിട്ടില്ല. ഒരു കാര്യത്തിന് പോയിരുന്നു, പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒഴിവായി വന്ന്, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ സലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലത്തെ താങ്കളുടെ അത് വലിയ നേട്ടം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. എണ്ണിപ്പറയാവുന്ന നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പറയൽ മാത്രമല്ല, ഇവിടെ നമുക്ക് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, വേറൊരു ക്ലെയിം കൂടിയുണ്ട്. നിങ്ങൾ നോക്കേണ്ട, ഈ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിലെ 2000 BSൻ്റെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കാലത്ത് അന്ന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരു കാര്യം പറഞ്ഞു. എല്ലാ സംസ്ഥാനത്തിനും നമ്മളിതാ ഒരു എയിംസിൻ്റെ യൂണിറ്റ് തരുന്നു, എല്ലാ സംസ്ഥാനത്തിനും. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിനും കിട്ടി, കേരളത്തിൽ എന്താ ഇല്ലാതിരുന്നത്? എന്താ കാരണം? എന്താ അതൊരു ഉറപ്പായിരുന്നു അക്കാലത്ത്? അല്ല, അതെന്താ ഇല്ലാതിരുന്നത്? UDF മറുപടി പറയണം. അത് ഈ പറഞ്ഞ ആളുകളും കൂടെ കേന്ദ്രമന്ത്രിമാരെ, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ അറിയാവുന്ന കാര്യമല്ലേ. എയിംസ് എന്താ വരാതിരുന്നത്? എയിംസിന് ഏറ്റവും ഉചിതമായ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുള്ളൊരു സ്ഥലം തിരുവനന്തപുരമായിരുന്നു. എന്നാൽ അന്ന് UDF ഗവൺമെൻറ്, ശങ്കരനായിരുന്നു അന്നത്തെ മന്ത്രി, ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ആ ഗവൺമെൻറ് കൊടുത്ത പേരുകളിൽ, സ്ഥലപ്പേരുകളിൽ തിരുവനന്തപുരം ഇല്ല, മറ്റൊരു സ്ഥലം കൊടുത്ത്. അതിൻ്റെ ഫലം എന്താ? കേരളത്തിന് കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം ഇല്ലാതായി. സംയുക്തമായ വീക്ഷണം കൊണ്ട് ആ നേട്ടം ഇല്ലാതാക്കി. അതില്ലാതാക്കിയതാരാ? ഈ കോൺഗ്രസ്സാണ്, UDF ആണ്. എന്നിട്ട് അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ശക്തമായി വാദിച്ച് അവസാനം ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞാൻ വലിയ ഒച്ച വെച്ച് സംസാരിച്ചപ്പോൾ അവസാനം മന്ത്രി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തിരുവനന്തപുരത്ത് എയിംസ് നമ്മൾ പിന്നെ ഇനി അടുത്ത വരവിന് തരാം, നിങ്ങൾക്കൊരു കാര്യം ചെയ്യും, 200 കോടി ഇപ്പോൾ വെച്ചോ. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജ് 200 കിട്ടുക. ഇങ്ങനെ ഒരുപാട് ഇത് പറയും. അപ്പോൾ അന്ന് എയിംസ് ലഭിക്കാതെ പോയത് ഗൗരവമായി ഉന്നയിച്ച ഘട്ടത്തിൽ ആണ് നമുക്ക് മെഡിക്കൽ കോളേജിന് 200 കോടി തന്നത്. അവർ എന്നോട് പറഞ്ഞു, ആ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലെ പ്രതിഷേധത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. തീർച്ചയായിട്ടും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഞാൻ പറഞ്ഞു, എന്താ അതിന് ന്യായം? അപ്പം മന്ത്രി യോഗത്തിൽ പങ്കെടുത്ത് മന്ത്രി പറഞ്ഞു, അവസാനം എന്നോട് പറഞ്ഞു, പന്ന്യൻജി, എന്നെ അങ്ങനെ പന്ന്യൻജി, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എയിംസ് തരാം. ആ എയിംസ് എത്ര വർഷമായി? ഞാൻ വിട്ടിട്ട് 15 വർഷമായി. എയിംസിൻ്റെ കാര്യം ആലോചിച്ചോ? എന്താ ആലോചിക്കാത്തത്? എയിംസ് നമ്മുടെ നാട്ടിൽ, എയിംസ് ഹൈക്കോടതി ബെഞ്ച് പറഞ്ഞു വരുമ്പോൾ ഒരുപാടുണ്ട് ആവശ്യങ്ങൾ ഉണ്ട്. മാത്രമല്ല, ഞാൻ ഈ മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഈ നോക്ക്, നിങ്ങൾ നിയമം റെയിൽവേ നമുക്കിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഈ നമ്മളെ പേട്ടയിലെത്തുമ്പോൾ വണ്ടിയൊക്കെ നിർത്തിയാൽ പിന്നെ ഇങ്ങോട്ട് വണ്ടി എപ്പോഴാണ് എവിടെ നിന്ന് എടുക്കാന്ന് ഒരു ഉറപ്പുമില്ല. പേട്ട സ്റ്റോപ്പുമില്ല. എന്താ കാരണം എന്നറിയോ? അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. 5 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 5 പ്ലാറ്റ്ഫോമിൽ വണ്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ നമ്മളിപ്പം വലിയ പറയും വന്ദേ ഭാരത് വന്നുകൊണ്ടൊന്നുമല്ല ഈ സമയം താമസിക്കുന്നത്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രധാനപ്പെട്ട ഡിവിഷണൽ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ ഒരു മെഗാ റെയിൽവേ സ്റ്റേഷൻ ആക്കാനുള്ള പ്രൊജക്റ്റ് അന്ന് റെയിൽവേ സഹമന്ത്രി വേലു
വേലുവും ഞാനും തമ്മിലൊരു വലിയ അടുപ്പമുണ്ട്. തമിഴ്നാട് നമ്മൾ തമ്മിലൊരു അടുപ്പം പോലെ ഒരു അടുപ്പമുണ്ട്. അതെന്താ അതിൻ്റെ കഥ? അല്ല, വേലുവും ഞാനുമായിട്ട് നല്ല അടുപ്പാണ്. കാരണം പളനി മാണിക്യം, അന്നത്തെ പിന്നെ ധനകാര്യ സഹമന്ത്രി വേലു, നമ്മളൊക്കെ കൂടി ഒരു അടുപ്പം. നമ്മൾ ഒരുമിച്ച് ചായ പിടിക്കുന്ന ആളുകളാണ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ട്. ആ അടുപ്പം വെച്ചിട്ട് ഞാൻ വേലുവോട് പറഞ്ഞു. അപ്പോൾ വേലു പറഞ്ഞു നമ്മൾ മോദിയും പ്രേമേന്ദ്രനും കൂടെ ചായ കുടിച്ച പോലാണോ? അല്ല, അതല്ല ബന്ധം. അന്ന് നമ്മളിൽ ഒരു മുന്നണി, അതായത് ഒന്നാം UPA സർക്കാരിലൊരു മുന്നണിയായിരുന്നല്ലോ നമ്മളെല്ലാം. അപ്പൊ ചായ ആവാം. അതെ, അതിന്റെ സൗകര്യം ഒരു പൊതു മിനിമം പരിപാടിയൊക്കെ വെച്ചാണല്ലോ നിങ്ങൾ ആ കാലത്തെ ഭരണം പോയത്. അല്ല, അന്നത്തെ അത് ഒരു മാത്രമല്ല, നമ്മൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട്. താങ്കളിപ്പം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പല കാര്യങ്ങളിലും നമ്മൾ പ്രധാനമായും സ്നേഹബന്ധങ്ങളും പരിചയവും പല കാര്യങ്ങളും സഹായമാവും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ നെയ്യാറ്റിൻകര എന്നുള്ള റോഡില്ലേ, അരുവിപ്പുറം വഴി പോകുന്ന നെയ്യാർ ഡാം വരെ പോകുന്ന റോഡ്, ആ റോഡ് എങ്ങനെ വന്നതാ? ഒരു MP എനിക്ക് കിട്ടേണ്ട 6 കോടി, അന്ന് 2 കോടിയേ ഒരു വർഷത്തേക്കുള്ളൂ. 6 കോടി എനിക്ക് കിട്ടേണ്ട കാശ് എത്രയാ ആ റോഡിന് ചിലവായത്? 10 കോടി. സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് വന്ന സ്പെഷ്യൽ ഫണ്ട് 10 കോടിയാ. അതെങ്ങനെ കിട്ടിയെന്നറിയോ? എങ്ങനെയാ? റെയിൽവേ സഹമന്ത്രി, അന്നത്തെ സഹമന്ത്രി അല്ല, റെയിൽവേ മന്ത്രി അല്ല, സോറി, നമ്മളെ പിന്നെ കേന്ദ്രമന്ത്രി അന്ന് ബാലുവും ഞാനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കും. ഞാൻ പറഞ്ഞ്, ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ക്ഷേത്രപ്രവേശനം നടത്തിയ സ്ഥലമാണത്. ആ സ്ഥലത്തേക്ക് പോകാൻ നല്ല റോഡില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ പറ്റി താങ്കൾക്കറിയാം. മഹാത്മാഗാന്ധി നേരിട്ട് വന്ന് കണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവർക്ക് പെരിയോറിനെ പോലാണ്. അതെ, മഹാത്മാഗാന്ധി വന്നതാ, അതിൽ രവീന്ദ്രനാഥ് ടാഗോർ വന്നതാ. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ആദ്യത്തെ നവോത്ഥാന നായകനാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഒരു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം, അവിടെ ഭക്തജനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി ഒരു സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തിന് എല്ലാ ഭാഗത്തും ആൾ വരുന്നല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹം ബാലു അവസാനം എന്നോട് പറഞ്ഞ്, ഇരിക്കട്ടെ ഒരു റോഡ് വന്നേക്കാന്ന്. അങ്ങനെ 10 കോടിയാ, 2 കോടിയാ ഒരു വർഷത്തേക്ക് ഒരു MP-ക്ക്. 10 കോടി കൊണ്ട് ആ റോഡ് നോക്കി, റബ്ബറൈസ്ഡ് റോഡാ. അല്ല, അത് സ്പെഷ്യൽ ഫണ്ടായിരുന്നോ അതോ അത് MP ഫണ്ട് അല്ലല്ലോ? അല്ല, MP ഫണ്ടില്ലാന്ന്. അതാ ഞാൻ പറയുന്നത്, സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ്. ആ ഫണ്ടിൽ ഒരു MP-ക്ക് 10 കോടി എന്ന് പറയുന്നത് അത് അസംഭവ്യമാണ്. അത് തന്ന് ആര്? ബാലു. അത് മന്ത്രിമാരുമായുള്ള ബന്ധം കൊണ്ടാണ്. ഞാൻ ചോദിക്കുക, വേറെ ഒന്ന് പറയാലോ, ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായതുകൊണ്ട് ഫുട്ബോളിൻ്റെ ബന്ധമുണ്ടല്ലോ. ആ ബന്ധം കൊണ്ട് പ്രഫുൽ പട്ടേലോട് ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണോ? അസോസിയേഷൻ പ്രസിഡന്റ് ഓൾ ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളെന്തപ്പാ, നിങ്ങളൊരു മന്ത്രിയായി, ഞാനിവിടെ ഒരു MP ആയിരിക്കും, ഒരു ഫുട്ബോളർ. ഒന്ന് ഈ നാട്ടുകാരോട് ഞാൻ പറയണ്ട, ഒരു MP ആയതുകൊണ്ട്, ഒരു ഫുട്ബോളർ ആയതുകൊണ്ട് നിങ്ങളൊരു സഹായം എന്താ? അദ്ദേഹം തന്നതാണ് ആങ്കർ. നമ്മളെ വിമാനത്താവളത്തിൽ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് യൂണിറ്റ് 100 കോടി രൂപേനെ ചെലവഴിച്ചിട്ടാണ്. നമ്മൾ ഈ ആളുകളെ പോയിട്ട് ഒരു MP എന്ന് പറഞ്ഞാൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എങ്ങനെ കാര്യം സാധിക്കാമെന്നുള്ള നോട്ടം കൂടി വേണം. അങ്ങനെ നമ്മൾ പോയി മണിയടിച്ച് വാങ്ങിയതൊക്കെ അങ്ങനെ വാങ്ങിയത് മറ്റ് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, ഞാൻ സൂത്രപ്പണി കൊണ്ട് വാങ്ങി. നമ്മുടെ അത് ശരിയായ കാഴ്ചപ്പാട് വേണം. MP എന്നുള്ള നിലയിൽ ദില്ലിയിലുള്ള ഫോളോ അപ്പ് ഉണ്ടാവണം. പക്ഷേ ഇതിനൊക്കെ നല്ല സാധ്യതയും സ്വാധീനവുമുള്ള ആളുകൾ എന്തു ചെയ്തു എന്ന് സത്യത്തിൽ ഞാൻ രവിയേട്ടൻ ഇതൊക്കെ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് ആലോചിച്ചത്. ഈ കാലത്തെ ഞങ്ങളുടെ കയ്യിലാണ് അധികാരം, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ കിട്ടിയ ഒരു അവസരത്തിൽ രവിയേട്ടൻ MP ആയിരുന്ന കാലത്ത് ഇന്നത് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. ചെയ്ത വഴി, പോയ വഴി, കൊണ്ടുവന്ന വഴി, നേടിയെടുത്ത വഴി. അല്ല, പോകുന്ന അവസരത്തിൽ ഞാൻ ഇന്നൊക്കെ ചെയ്യുന്ന ഞാൻ പ്രഖ്യാപിച്ചതല്ല. മാത്രമല്ല, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് യൂണിറ്റ് ആരെയും തലയിലുള്ളതല്ല. റെസിഡൻസ് അസോസിയേഷൻകാർ സ്ഥിരമായ നിവേദനം എൻ്റെ അടുത്ത് കയ്യിൽ തരും. ആ നിവേദനങ്ങളിൽ ഇത് പറഞ്ഞിട്ടില്ല ആരും. ആർക്കും അറിയില്ല. ഇന്ത്യയിൽ 3 എണ്ണ ഉള്ളത്, അതിലൊന്നായത്. അത്ര പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ചെറിയ സ്ഥാപനമാണ്. കേരള ഗവൺമെൻറ് അതിന് അന്ന് ചെയ്യാൻ കഴിയുന്ന കാശ് 6 കോടി രൂപേൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കാണ്. അത് മാറി 106 കോടി ഫസ്റ്റ് ഇൻസ്റ്റോൾമെൻറ്റ് വന്ന് 160 കോടി പിന്നെ വന്ന് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. നിശ്ചയമായും നമുക്കറിയാം, കേരളത്തിനൊരു അഭിമാന സ്ഥാപനമാണത്. കോവിഡ് കാലത്ത് നമുക്കതിൻ്റേതായിട്ടുള്ള വലിയ കാര്യങ്ങളുണ്ട്. രവിയേട്ട, ഇതിൽ ഇപ്പോൾ ഞാൻ മുമ്പ് രവിയേട്ടൻ എൻ്റെ ചോദ്യം ഒരുപക്ഷെ ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി ചോദിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചോദ്യം വ്യക്തിപരമല്ല, വിഷയാധിഷ്ഠിതമാണ്. അതുകൊണ്ടെന്താ, ഏറ്റവും ഗൗരവമായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ രവിയേട്ടനിൽ നിന്ന് താങ്കളുടെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ ആളുകൾക്ക് വളരെ സെൻസിബിളായി മനസ്സിലാക്കാൻ കഴിയും വിധം ചില താരതമ്യങ്ങൾ അതിലുണ്ട്. അതിനിടയിൽ ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ വേലുത്തമ്പി ദളവയുടെ വാള്
ആ വാള് നമുക്ക് ചരിത്ര സ്മാരകമായുള്ള വാളാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് വളരെ ആകാംക്ഷയുള്ളതാണ്. ഒരു ദിവസം ഒരു കത്ത് തന്ന് അസോസിയേഷൻകാർ വാള് കാണുന്നില്ല. എനിക്ക് വല്ലാതെ വിഷമായി. വേലുത്തമ്പി ദളവയെപ്പോലുള്ള ഒരാളുടെ വാളല്ലേ. ഞാൻ ഡൽഹിയിൽ ഹോം മിനിസ്റ്ററെ കണ്ട് കാര്യങ്ങൾ പിന്നാലെ നടന്ന് 4 ദിവസം കൊണ്ട് വാള് തിരിച്ചു കിട്ടി. വേലുത്തമ്പി ദളവേൻ്റെ കാണാത്ത വാള് ഇപ്പം ആർക്കൈവ്സിൽ ആ വാളുണ്ട്. അതുപോലെ തിരിച്ചു കിട്ടി. വേലുത്തമ്പി ദളവേൻ്റെ സ്റ്റാമ്പ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് അതിൻ്റെ പിന്നാലെ നടന്ന് സ്റ്റാമ്പ് ഇറക്കി. ഇതൊക്കെ സ്റ്റാമ്പ് ഇറക്കാനുള്ള കാശൊക്കെ അവർ കൊടുക്കണം. അത് പിന്നെ അല്ല, പക്ഷേ അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഇറങ്ങും. സ്റ്റാമ്പ് ഇറങ്ങണമെങ്കിൽ ഇറക്കാൻ ബന്ധപ്പെട്ടവരുടെ ഒരു പരിശ്രമം വേണം. ഞാൻ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ കോട്ടൺ ഹിൽ സ്കൂൾ നോക്കിയേ. കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ വലിയൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉണ്ടായതെന്ന്? ഇല്ല. അതിനൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനവിടെ ഒരു പരിപാടിക്ക് പോയപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുട്ടി തളർന്നു. ഞാൻ അവിടുന്ന് ഓടിച്ചെന്ന് അപ്പം ടീച്ചറുണ്ട്. ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞ് ഇല്ല, വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം കൊടുക്കുന്നേരം ഇത് എന്നോട് ഹെഡ് ടീച്ചർ പറഞ്ഞ് സാർ അവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് റൂഫില്ല, അതിനൊരു ദോഷം ഈ കുട്ടികളെ പരിപാടിയിലൊക്കെ കുട്ടികൾ തളർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു എന്താ വേണ്ടത്? അവനോട് പറഞ്ഞു ഇവിടെ നമുക്കൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം വേണം. എത്ര കാശ് വേണം? അതെനിക്കറിയില്ല സാർ. ഞാൻ അന്വേഷിച്ച് ഇന്നത്തെ GRNലായിരുന്നു അന്ന് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടുത്തെ കോർപ്പറേഷൻ്റെ. അതിലൂടെ അത് ഒന്ന് തയ്യാറാക്കാൻ പറഞ്ഞ് തയ്യാറാക്കി. അന്ന് 20 ലക്ഷം രൂപ അപ്പം കൊടുത്ത് എന്നിട്ട് ഓഡിറ്റോറിയത്തിന് പണിയുണ്ടാക്കി. ഓഡിറ്റോറിയം ഇപ്പം നോക്ക് നിങ്ങൾ. ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ ഒന്നും ഹൈമാക്സ് ലൈറ്റിന് വേണ്ടി കൊടുത്തതല്ല. നമ്മൾ കൊടുത്ത ഇതുപോലെ പ്രയോജനകരമായ പ്രവർത്തനങ്ങൾക്ക്. സെയിം ഒന്ന് നെയ്യാറ്റിൻകര ഇതുപോലൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പിന്നെ ആശുപത്രികൾ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഇതൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന വെറുതെയല്ല. നമ്മളെ എണ്ണി പറയാൻ ഞാൻ ചെയ്തു എന്ന് പറയുന്നതല്ല. നമ്മളെ നാട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ അതിന് പ്രതിനിധിയാക്കിക്കൊണ്ട് ആ കഴിവ് ഉപയോഗിച്ച് ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രവിയേട്ട, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പറയുമ്പോൾ, താങ്കൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരു കാലഘട്ടം താങ്കളെ ഇവിടെ MP ആയി ചുമതലപ്പെടുത്തി. ആ കാലത്ത് ഉത്തരവാദിത്തത്തോടെ എന്തു ചെയ്തു എന്ന് പറഞ്ഞു വെക്കുന്നത് വോട്ടർമാരെ സംബന്ധിച്ച് താരതമ്യത്തിനും അവരുടെ തീരുമാനത്തിനും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് മത്സരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരള സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ ഈ കാലത്ത് ഏറ്റവും അധികം പോരടിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ, അതുപോലെ തന്നെ നിയമപരമായ പോരാട്ടം. കേട്ടുകേഴ്വിയില്ലാത്തവണ്ണം ഓരോ കാര്യത്തിനും ഒരു സംസ്ഥാനത്തിന് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. സുപ്രീം കോടതി വളരെ അനുഭാവത്തോടെ കേരളത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രം കേന്ദ്രം നമുക്ക് അർഹതപ്പെട്ടത് തരുന്ന ആ ഒരു അവസ്ഥയിൽ കൂടി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രമന്ത്രി വന്ന് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുമ്പിൽ എന്താണ് ഈ മോദി സർക്കാർ കേരളത്തിന് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ തരൂർ തന്നെ ചോദിച്ചൊരു വാചകം ഞാൻ കേട്ടു. ടെക്നോ പാർക്കിനെ കുറിച്ചും IT യെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു. ടെക്നോ പാർക്കിന് ഒരു പിന്നു പോലും തന്ന് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹവും ചോദിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, ടെക്നോ പാർക്ക് നമുക്കൊരു അഭിമാനമാണ്. VK നായനാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇന്ന് നമിക്കണം. അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തത്. 87-ലെ സർക്കാർ, ആ സർക്കാർ അല്ലേ, ഗവൺമെൻറ്റിൽ അദ്ദേഹം മുൻകൈ എടുത്ത് മാത്രമല്ല, ഇന്ന് ടെക്നോ പാർക്കിൽ ഇൻഫോ പാർക്കും അതുപോലെ തന്നെ അതിനനുബന്ധ സ്ഥാപനങ്ങളിൽ എത്ര പേര് ജോലി ചെയ്യുന്നറിയാം. 1.25 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ടെക്നോ പാർക്കിന് പല ഫേസസ് ആയി ഉണ്ട്. അവർക്ക് ഒരു കൃത്യമായ ജീവിതത്തിന് അടിത്തറ ഉണ്ടാക്കിയ ടെക്നോ പാർക്കാണ്. എന്നിട്ട് ഇവിടെ പലരും പറയുന്നത് ഒരു ടെക്നോ ഹബ്ബാക്കെന്നൊക്കെ പറഞ്ഞാൽ ഇത് വാക്കുകൾക്ക് നമുക്കൊരു ക്ഷാമമില്ല, പക്ഷേ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടേണ്ടേ. ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാടിന്, രാജ്യത്തിന് തന്നെ ഒരു അഭിമാനമായ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് എറണാകുളത്ത് ടെക്നോ പാർക്ക്, അവിടുത്തെ ഇൻഫോ പാർക്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ശാഖ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച് ഞാനവിടെ ചെന്നപ്പോൾ അന്ന് CEO എന്നോട് പറയുക, സാർ ഇതൊരു വലിയ സ്ഥാപനമാണ്, ഇവിടെ മിക്കവാറും ആളുകൾ ഹോം ടു വർക്കായി ഇപ്പോൾ, അതുകൊണ്ട് മിക്കവാറും വീട്ടിലിരുന്നാൽ വർക്ക്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല, ഇവിടെ ആളുകളെ അധികം കാണില്ല, പക്ഷെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്ഥാപനം ഈ നാട്ടിലുണ്ട്. എന്നിട്ടാണ് പലരും പറയുന്നത് ഇവിടെ ഒരു ടെക്നോ ഹബ്ബാക്കും, സകല ആളുകൾക്കും ഇതുപോലുള്ള ജോലി ചെയ്യും. ഇതൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് പറയാം, പക്ഷേ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. പിന്നെ പറയുന്ന ആളുകൾക്ക് പറഞ്ഞങ്ങോട്ട് പോകാം, കാര്യം നടപ്പിലാക്കണമെന്നില്ല. അതാണല്ലോ മോഡിയുടെ ഗ്യാരണ്ടി. പറയുക,
എന്നിട്ട് അല്ല, മോദിയുടെ ഗ്യാരണ്ടിയുടെ രണ്ട് പ്രതിനിധികൾ, രണ്ട് കേന്ദ്രമന്ത്രിമാർ തൊട്ടടുത്തടുത്ത മണ്ഡലങ്ങളിൽ, ഒരാൾ താങ്കളുടെ എതിരാളി, ഒരാൾ ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി. ഇതെങ്ങനെയാവും വോട്ടർമാർക്കിടയിൽ ഈ മോദിയുടെ ഗ്യാരണ്ടി പ്രതിഫലിക്കുക, വോട്ടിൽ പ്രതിഫലിക്കുക? അല്ല, നിങ്ങൾ നോക്കേണ്ടത് BJPക്ക് കേരളത്തിൽ ഒരു എൻട്രി കിട്ടില്ല, അത് തീർച്ചയാണ്. എന്താ കാരണം? അപ്പോൾ ഇവിടെ BJP ഇത്തവണ എത്രാം സ്ഥാനത്തേക്ക് പോകും എന്നാണ്? BJP എന്താ 3-ാം സ്ഥാനത്ത് തന്നെ. BJPക്ക് അതിലൊന്നും സംശയമില്ല. ഈ മറ്റുള്ള കൂട്ടർ BJP 3 ത്രികോണ മത്സരമാണെന്നൊക്കെ മറ്റവർ പറയുന്നുണ്ട്. UDF അത് പറയുന്നുണ്ട്. അതൊരു വേറെ അണ്ടർസ്റ്റാൻഡാണ്. അവർക്ക് എന്തിനാ പറയുക, ഇത് പറഞ്ഞുകൊണ്ട് വേണം അവസാന ഘട്ടത്തിൽ ഈ BJP ജയിക്കാൻ പോകുന്ന, അതുകൊണ്ട് വോട്ട് നമുക്ക് തന്നേന്ന് പറയാൻ. എല്ലാ തവണയും ആ അടവ് നടക്കൂലല്ലോ. ഇത്തവണ അടവ് നടക്കൂല. അതായത് ഇത്തവണ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ അടുത്ത അടവ് നടക്കില്ല. ആ അടവ് ഇവിടെ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ BJP ജയിക്കാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് വോട്ട് ഇങ്ങോട്ട് കുത്തിയെന്ന് പറയുന്നത് ആ പറയുന്ന ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ഉത്കണ്ഠാകുലരാണ്. അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗവും അവർ കാണുന്നുണ്ട്. അവിടുത്തെ ജനജീവിതം അവർക്കറിയുന്നുണ്ട്. ബന്ധുക്കൾ അവിടെയൊക്കെ ഉണ്ട്, അവർ വിവരം അറിയിക്കുന്നുണ്ട്. നമ്മൾ പത്രങ്ങൾ വായിച്ചില്ലെന്ന് തിരക്കേടില്ല. ആ വിവരം കൊണ്ട് മനസ്സ് നോവുന്ന ആളുകളായി ഇവരെല്ലാ ആളുകളും. അതുകൊണ്ട് കേരളത്തിൽ സുരക്ഷിതമാണ്. നമുക്ക് കേരളത്തിലൊരു നാഥനുണ്ട്. സാധാരണ പഴയ കാലത്ത് തറവാട്ടുകാരനവരല്ലേ, അതുപോലെ കേരളത്തിലെ കാര്യം നോക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന തറവാട്ടുകാരനവരുണ്ട്. ഏത് കാര്യത്തിനും നമുക്ക് നേരിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കും. നിങ്ങൾക്കറിയോ, പ്രളയകാലത്ത് അർദ്ധരാത്രി ഞാൻ 12:35 വിളിച്ചിട്ട് അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, അവിടെ മുങ്ങുന്ന മനുഷ്യരെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, പന്നിയാ ബേജാറാവണ്ട, ഞാൻ ഇപ്പോൾ ഏർപ്പാടുണ്ടാക്കാമെന്ന്. അങ്ങനെ കുശലായ ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും ഇവിടെ ഉള്ളപ്പം LDF നമുക്ക് എന്നും ഒരു ആശ്രയമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ പിന്നാലെ അവരുണ്ട് എന്നുള്ള ബോധമാണ്. ഒറ്റ കാര്യം കൂടി, അതായത് ഇതെല്ലാം പറയുമ്പോഴും രാഷ്ട്രീയമായ ഒരു വലിയ കടമ്പ തിരുവനന്തപുരത്ത് ഇടതുമുന്നണി കടക്കേണ്ടതുണ്ട്. ആ വലിയ ഉത്തരവാദിത്തമാണ് താങ്കളെ ഏൽപ്പിച്ചത്. ആ ആത്മവിശ്വാസമാണ് താങ്കൾ വോട്ടർമാരോട് പങ്കുവെക്കുന്നത്. അതായത് 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാമതെത്തണം. അതേസമയം ഈ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയമസഭകളിൽ മുൻകാലങ്ങളില്ലാത്ത വലിയ സ്വാധീനം ഇന്ന് ഇടതുമുന്നണിക്കുണ്ട് താനും. അത് ലോക്സഭയിൽ പ്രതിഫലിച്ചാലേ 1-ാമതെത്തും. അല്ല, ഇത് തിരുവനന്തപുരത്തുള്ള ആളുകളോട് പറയേണ്ട കാര്യമില്ല, അവർക്കെല്ലാം അറിയാവുന്ന. 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന LDF 1-ാം സ്ഥാനത്ത് എത്തിയിട്ട് അവിടെ നിൽക്കുക. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രചരിപ്പിച്ച ആളുകളാണ്. ഇവിടുത്തെ കാര്യം ഞാൻ പറയാം. ഇവിടെ നടന്നത് ഈ വെള്ളം ഒരുപാട് പുഴയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് നടന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് 5 വർഷം. അതിനിടയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തേണ്ട സ്ഥിതി, അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വലിയ ജയം ജയിച്ചിരിക്കുന്നു. അസംബ്ലിയിൽ 7 അസംബ്ലിയിൽ 6 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. മാത്രമല്ല, അന്നത്തെ പ്രചരണം എന്തായിരുന്നു? നിങ്ങൾ ഈ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അന്നെന്തായിരുന്നു? എല്ലാ മീഡിയയും കൂടി പറഞ്ഞെന്താ, ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തുന്നു. എവിടെ പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബിരിയാണി ചെമ്പ്, എവിടെ പോയി സ്വർണം കടത്തൽ? ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മാറ്റിയെടുക്കാമെന്ന് ധരിച്ചവർക്ക് കിട്ടല്ലേ അത്. മാത്രമല്ല, ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ ഇവിടെ 2 തെരഞ്ഞെടുപ്പ് നടന്നു, ബൈ ഇലക്ഷൻ. BJPയുടെ കാര്യം പറയാനാണ്. ഒരു ബൈ ഇലക്ഷൻ നടന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ആ ബൈ ഇലക്ഷനിൽ BJP എല്ലാ പണിയെടുത്ത് 25 വർഷമായവരെ കയ്യിലുള്ള സീറ്റാണ്. ഇവിടെ ആരുടെ കയ്യിലാണ്? ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ. ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്ത്. ഇന്നലെയൊക്കെ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി. അതുപോലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്ത്, അവിടെയും BJPൻ്റെ സീറ്റ് 20 വർഷമായ അവരുടെ സീറ്റാണ്. അതും തിരിച്ചു പിടിച്ച്. ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ചിന്തിക്കുന്നവർ, ഒരുപാട് അറിയുന്നവർ, വിവേകമുള്ളവർ, വിജ്ഞാനമുള്ളവർ, വകതിരിവ് കൂടിയുള്ള. അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടാണ്. BJP കോർപ്പറേഷൻ പിടിക്കും എന്നൊരു വലിയ പ്രചണ്ഡ പ്രചാരണം നടന്നു. പക്ഷേ കൂടുതൽ സീറ്റോടെ LDF വീണ്ടും വരുന്നതാണ് നമ്മൾ കണ്ടത്. താങ്കൾ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അത് ഒരു വസ്തുതയാണ്, സത്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ചിത്രം ഈ പുറത്ത് പറയുന്നതല്ല ചിത്രം. തിരുവനന്തപുരത്ത് ഇപ്പം അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെയൊക്കെ ഇടത് MLA-മാരാണ് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ പന്ന്യനെ സംബന്ധിച്ച്, രവീന്ദ്രനെ സംബന്ധിച്ച് ഒരു അധിക നേട്ടമാണോ? പിന്നെയോ, ഇടത് MLA-മാരാണ്. അവരുടെ പ്രവർത്തനം വട്ടിയൂർക്കാവിൽ പ്രശാന്ത്, പാറശാല ഹരീന്ദ്രൻ, അത് കഴിഞ്ഞ് നെയ്യാറ്റിങ്ങര ആൻസലൻ, ഇവിടെ ശിവൻകുട്ടി, ഇവിടെ നമ്മുടെ നിയമം BJP മുമ്പ് അക്കൗണ്ട് തുറന്ന സ്ഥലമാണ് നിയമം. അവിടെ ശിവൻകുട്ടി, പിന്നെ ഇപ്പുറത്ത് നമ്മുടെ കടകംപള്ളി ആൻ്റണി രാജു. ഈ MLA-മാർ 6 MLA-മാരും പ്രശാന്ത് ഉൾപ്പെടെ 6 MLA-മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പോകാൻ ധരിക്കണ്ട. സ്വപ്നം കണ്ടോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ആ യാഥാർത്ഥ്യം
നമ്മളെ കൂടെ വരുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ. ശരി. ജനങ്ങളിലാനൊക്കെ വിശ്വാസം. ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാനും അവർ ഒരുമിച്ചാണ്. ജനങ്ങൾ ഒരിക്കലും നമ്മുടെ ദാസന്മാരല്ല, നമുക്ക് മുകളിലാണ്. അവരാണ് നമ്മളെ തീരുമാനിക്കുന്നത് കാര്യം നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത്രയും എനിക്ക് പറയാം. അല്ല, ഏതായാലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, MP എന്ന നിലയിൽ പ്രവർത്തിച്ച കാലത്ത് ചെയ്ത കാര്യങ്ങൾ, ആ ചെയ്ത കാര്യങ്ങൾക്കപ്പുറം അത് ചെയ്തെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നടപടികൾ, അതാണ് യഥാർത്ഥത്തിൽ വോട്ടർമാരെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കാനിടയുള്ള ഒരു പ്രത്യേക, എനിക്ക് നമ്മൾ ഈ സംസാരിച്ചാൽ ഏറ്റവും സവിശേഷമായി തോന്നിയത് അതാണ് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു MP ആയ ഒരു കാലത്ത് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെ ഓരോന്നും ഇവിടേക്ക് എത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ നിങ്ങൾ പോയിട്ട് പ്രസ്താവന കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ പ്രയോഗത്തിലാണ്. കത്തെഴുതി അയക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും, പ്രസ്താവന ഇറക്കാനും കഴിയും. പക്ഷേ പ്രയോഗത്തിൽ വരുന്നതിന് വേണ്ടി കാണേണ്ട എങ്ങനെയാണെന്നുള്ള അത് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്താലേ കാര്യം നടക്കും. അങ്ങനെ നടത്താനാണ് നമ്മളെ ജനങ്ങൾ നമ്മളെ നിയോഗിക്കുന്നത്. ആ ഓരോ കാര്യങ്ങൾ ചെയ്തെടുത്തതിൽ പന്തിനെപ്പോലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതാവിൻ്റെ ഒരു അനുഭവ പരിചയവും പ്രധാനമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അവരിലേക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കണം, അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ എനിക്ക് ആ നിലയിൽ അദ്ദേഹം പറഞ്ഞതിൽ സവിശേഷമായി തോന്നിയതാണ്. അതിൽ 2-3 പേര് ഞാൻ ഓർക്കുക. ഒന്ന് AKG ഇതൊക്കെ വളരെ കൃത്യമായി ചെയ്ത ഒരാളാണ്. AKGയുടെ കൂടിയുണ്ടായിരുന്ന മറ്റൊരാളാണ് PK വാസുദേവൻ നായർ. ആ 2 MP-മാർ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് PK പേര് നേരിട്ട് സംസാരിച്ചിരുന്നു. AKGയോട് ഇതിനെപ്പറ്റി AKGയെക്കുറിച്ച് ഒരുപാട് വായിച്ചിന്. AKG ഞാൻ പരിചയത്തിലൊക്കെയാണ്. ഞാൻ ആദ്യമായി പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഒരു കാരണക്കാരൻ AKG ആണെന്ന് എൻ്റെ അമ്മ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷേ AKGയിൽ ആകർഷണമായിട്ടാണോ? അതെ, അമ്മ AKG നമ്മുടെ നാട്ടിൽ മത്സരിക്കുമ്പോൾ അമ്മ കാണാൻ വേണ്ടി പോയി. നാട്ടിൻപുറത്ത് ഇങ്ങനെ സ്ത്രീകളൊക്കെ ജാഥ പോകുമല്ലോ, അമ്മ ഒരു കൈരി മുണ്ടും ഒരു തോർത്തും ഇട്ട് ഒരു ബ്ലൗസും അമ്മ പോയി. പോകുമ്പോൾ എന്നെയും കൂട്ടിയിട്ടാണ് പോയത്. 3 വയസ്സോളപ്പോൾ എന്നെ കൊണ്ട് മാലയിടിപ്പിച്ച്. ആ ഓർമ്മ അമ്മ എപ്പം പറയും, എടാ നീ AKGക്ക് മാലയിട്ടവരാണ്. ആ ഒരു ആവേശം എൻ്റെ മനസ്സിനകത്തുണ്ട്. പിന്നെ AKG ആരാണ്, എന്തിനു വേണ്ടി പോരാടുന്നു, പാവങ്ങളുടെ പടത്തലവൻ എങ്ങനെയായത്, ഏത് പാർട്ടി, അങ്ങനെയാണ് പിന്നെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിന് കാരണം അപ്പോൾ AKG പാർലമെൻറ്റിൽ ചെന്നപ്പം എന്തൊക്കെ ചെയ്തു എന്നതിനെക്കുറിച്ച് AKG ഒരു ആത്മകഥ മുഴുവൻ ഞാൻ വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതുപോലെ PK വാസുദേവൻ നായർ, PKB എന്തൊക്കെ എങ്ങനെ ചെയ്തു. PKB അന്ന് പാർലമെൻറ്റിലെ സെക്രട്ടറി ആയിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി എൻ്റെ ഒരു പ്രായോഗിക ജ്ഞാനം കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനത്തിന് പോയത്. അല്ലാതെ പാർലമെൻറ്റിൽ നടാടെ പോയ ഞാൻ, ജന്മത്തിലൊരു സ്വപ്നം പോലും കാണാതെ ഞാൻ പാർലമെൻറ്റിലെത്തിയ ഞാൻ അവിടെ എത്തിയപ്പം ഇന്നത് ചെയ്താൽ ഇന്ന് നടക്കുമെന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധി, അതാണല്ലോ മാർക്സിയത്തിൻ്റെ ഒരു പ്രധാന കാര്യം. അത് തന്നെയാണ്, അതുപയോഗിച്ച് ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ശരി. അപ്പോൾ ഏതായാലും ഇതാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന നേതാവ്, സ്ഥാനാർത്ഥി. ആ രാഷ്ട്രീയ ആവേശമാണ് അദ്ദേഹത്തെ ഇന്നും ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രചാരണ രംഗത്ത് മികവോടെ ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിൻ്റെ, മണ്ഡലത്തെ തിരിച്ചുപിടിക്കുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇന്ന് പാഴ്സലാണോ? ഓർഡർ ചെയ്തോ? അലിയാണല്ലോ. അലി പുട്ടാണല്ലോ. ഇന്നത്തെ പുട്ടും പഴവും. ഇവിടുന്ന് ഒരു കഷ്ണം പുട്ട് മതി. അതും പിന്നെ പച്ചപ്പഴമുണ്ട്, റോബസ്റ്റ, അത് മതി. ഇവിടുന്ന് ഇത് വാങ്ങി നേരെ അപ്പുറത്ത് അവിടെ പോയി ജോയിൻറ്റ് കൗൺസിൽ ഓഫീസിൽ പോകുമ്പോൾ അവിടെയാണ് നമ്മളെ വിശ്രമ കേന്ദ്രം. ഒരുപാട് കാലമായിട്ട് അവിടെയാണോ താമസം? അല്ല, ഞാൻ പാർട്ടി ഓഫീസിലായിരുന്നു. പാർട്ടി ഓഫീസിൻ്റെ പണിയുന്ന സമയം ആയതുകൊണ്ട് ഇവിടേക്ക് താമസം മാറ്റി. ഇവിടെ ഒരു മുറിയുണ്ട്, താങ്കൾ വേണമെങ്കിൽ മുറിയിൽ വരാം. ഓപ്പനാ, നമുക്ക് വേറെ മുറിയിനകത്ത് വേറെ രഹസ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ പുട്ട് പാഴ്സൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ച് അപ്പോൾ ഇന്ന് എവിടെയാണ്? ഇന്ന് നെയ്യാറ്റിൻകര. ഇന്ന് വൈകുന്നേരം വരെ നെയ്യാറ്റിൻകര. കൂട്ടാൻ സഹാക്കളൊക്കെ ഇപ്പോൾ ഉടനെ എത്തുമായിരിക്കും അല്ലേ? കൊണ്ടുപോകണ്ടേ? അത് പോകണം. ഇപ്പം 8:30 മണി കഴിയുമ്പോൾ പോകണം. 8:30 കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ഒരുപാട് സമയം അങ്ങനെ അപഹരിച്ചില്ല. ഇല്ല, സമയമല്ല. ഇതൊക്കെ നമ്മളെ ഇതിൻ്റെ ഭാഗം തന്നെയല്ലേ. രവീടിനെ കാണുമ്പോഴേ അലി ഇവിടെ പാഴ്സൽ റെഡിയാക്കിയേക്കും അല്ലേ? അല്ല, ഇത് താങ്കൾ പുതുന്ന് മാത്രമേ. ഷീജി ഇവിടെ തന്നെയുള്ള, ഷീജി ഇവിടുത്തെ ഒരാളാണ്, കുറേ നാളായിട്ട് ഇവിടെ തന്നെയുള്ള ആളാണ്. ഷീജിക്ക് രാവിലെ ചായയൊക്കെ? ചായൻ്റെ പ്രശ്നമില്ല, അത് നമുക്ക് ഇവിടെ അതിന് വേറെ എന്താ ഇപ്പോൾ വിഷമം. ആര്? അപ്പം എന്താ നടക്കട്ടെ. ശരി, താങ്ക് യു.